നമസ്കാരം. മാത്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ GH. ഇന്ന് എടുക്കാൻ പോകുന്ന പോർഷൻസ് 10th ICSEയുടെ ഫിസിക്സ് എന്ന സബ്ജക്റ്റിലെ സൗണ്ട് എന്ന പോർഷനാണ്. ഇതിന്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു പാർട്ട് 2 നിങ്ങൾ കാണാവൂ. കാരണം എങ്കിൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്, അതായത് സൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ബാലൻസ് പോർഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ പാർട്ട് 1 അവസാനിപ്പിച്ചിരുന്നത് നമ്മുടെ സൗണ്ട് വേവ്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്സ്. സൗണ്ട് വേവ്സിനെ നമ്മൾ എന്താണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നും രണ്ട് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞത്, അതിന്റെ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടികൾ, അതായത് ഒരു സൗണ്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത് സൗണ്ടിന്റെ പാത്തിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അല്ലെങ്കിൽ അലോങ് വിത്ത് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ സൗണ്ട് ആണ് നമ്മൾ എന്താ ചെയ്യുന്നത്, പാർട്ടികൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ട്രാൻസ്വേഴ്സ് വേവ്സ് ആകുമ്പോൾ അതെങ്ങനെയാണ്, നമ്മുടെ സൗണ്ടിന്റെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ പാത്തിന് പെർപെൻഡിക്കുലർ നോർമൽ ആയിട്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന വേവ്സ്, ക്രസ്റ്റും ട്രഫുമായി അങ്ങനെ ഉണ്ടാവുന്ന വേവ്സിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് വിളിച്ചത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയുണ്ട്, നമ്മുടെ കംപ്രഷനും റെയർഫ്രാക്ഷനും മൂലം ഉണ്ടാവുന്ന വേവ്സ് ആണ് എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ക്രസ്റ്റ് ട്രഫും മൂലം ഉണ്ടാവുന്ന വേവ്സ് ആണ് എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അത് ഏത് മീഡിയത്തിലൂടെയും, അതായത് ഈ മൂന്ന് മീഡിയത്തിൽ ഏത് മീഡിയത്തിലൂടെ വേണമെങ്കിലും നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാം. നമ്മുടെ ലൈറ്റിന്റെ കേസിൽ നമുക്കറിയാം, കാരണം അതിന് മീഡിയം വേണ്ട, അതൊരു വൈബ്രേഷൻ അല്ല. അത് എന്താണ് സംഭവിക്കുന്നത്, അത് ഫ്രീ ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും മീഡിയം വേണം, കാരണം പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യണം. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്താൽ മാത്രമേ സൗണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഏതൊക്കെ പാർട്ടികൾ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതിൽ ഏത് പാർട്ടികൾ വൈബ്രേറ്റ് ചെയ്താലും എന്ത് സംഭവിക്കും, നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഉണ്ടാവുന്നതായിരിക്കും. അതേസമയം നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടിക്കിൾ സോളിഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ലിക്വിഡിന്റെ സർഫസ് ആയിരിക്കണം. ഹൈ ടെൻഷൻ ഉള്ള പാർട്ടിക്കിൾസിൽ മാത്രമേ നമ്മുടെ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്സ്, ഹൈ ടെൻഷൻ ഉള്ള പാർട്ടിക്കിൾസ് മാത്രമേ നമ്മൾ എന്ത് സംഭവിക്കും, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്സ് മൂവ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് മാത്രമേ ആ ഒരു പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ മൂന്ന് ടൈപ്പ് പാർട്ടിക്കിൾസിലൂടെയും ആര് കടന്നു പോകും, നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് കടന്നു പോകും. എന്നാൽ സോളിഡിലോ സർഫസ് ഓഫ് ദ ലിക്വിഡിലൂടെ മാത്രമേ ആര് കടന്നു പോകും, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്സ് കടന്നു പോകും. ഇനി ഈ മീഡിയം, അതായത് ഈ ഗേഷ്യസ് മീഡിയം ഉണ്ടല്ലോ, നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഈ ഒരു ഗേഷ്യസ് മീഡിയത്തിലൂടെ ആര് മാത്രമേ കടന്നു പോകത്തുള്ളൂ, നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് മാത്രമേ കടന്നു പോകത്തുള്ളൂ. അങ്ങനെ ഗേഷ്യസ് മീഡിയത്തിലൂടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് കടന്നു പോകുമ്പോൾ അതൊരിക്കലും അതിന്റെ ഹീറ്റ് കോൺസ്റ്റന്റിനെ ബാധിക്കത്തില്ല. അതായത് ഹീറ്റ് കണ്ടൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ സൗണ്ട് നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ച് ഇവിടെ ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല, ടെമ്പറേച്ചർ റൈസ് ആവുന്നോ ഒന്നുമില്ല. അതായത് ഹീറ്റ് കണ്ടൻസിനെ, അതായത് നമ്മുടെ ഈ ഒരു കടന്നു പോകുന്ന ഈ ഒരു ഗേഷ്യസ് മീഡിയത്തിലെ ഹീറ്റ് കണ്ടൻസിനെ ഒരിക്കലും ആര് ബാധിക്കത്തില്ല, നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ബാധിക്കത്തില്ല. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഒരിക്കലും നമ്മുടെ അതിൽ കടന്നു പോകുന്ന മീഡിയത്തിനകത്തുള്ള ഹീറ്റ് കണ്ടൻസിനെ, അതായത് അതിന്റെ പ്രോപ്പർട്ടീസിനെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഡിപ്പെൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അതിനകത്ത് ആൾട്ടർനേഷൻ ഉണ്ടാകത്തില്ല. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ കുറച്ച് ഇക്വേഷൻസ് ആണ്. അതായത് അതിൽ കൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലുണ്ടാവുന്ന വെലോസിറ്റി, അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിന്റെ പ്രഷർ, ഡെൻസിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ അല്ലെങ്കിൽ വേവിന്റെ പ്രൊപ്പഗേഷനെ ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ എന്താണ് പറയുന്നത്, നമ്മുടെ ഈ ഒരു വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്, നമ്മളൊരു മീഡിയത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ അതിനകത്ത് ആ ഒരു മീഡിയത്തിലൂടെ ആ ഒരു വേവ് കടന്നു പോകുമ്പോൾ ആ വേവിന്റെ വെലോസിറ്റി എങ്ങനെയാണ് ആ പ്രഷറിനെ ഡിപ്പെൻഡ്, അല്ലെങ്കിൽ ആ പ്രഷറും ആ ഒരു മീഡിയത്തിന്റെ പ്രഷറും ഡെൻസിറ്റിയും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ വേവിന്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ കേൾക്കാം, ഇങ്ങനെയുള്ള സെക്ഷനിൽ കേൾക്കാൻ പോകുന്നത്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആകുമ്പോൾ അതിന്റെ വെലോസിറ്റി, വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ഡി ആണ്. ഈ ഓരോ ടേംസും എന്താണെന്ന് നമുക്ക് പറയാം. അതായത് നമ്മളിപ്പോ തൽക്കാലം ഈ ഒരു ഇക്വേഷൻ നോക്കുക, ഇതെന്താണ്, V ഈക്വൽ ടു വേവ് വെലോസിറ്റി. വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ഡി ആണ്. അതിൽ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ ഒരു വേവ് കടന്നു പോകുന്ന മീഡിയത്തിന്റെ പ്രഷർ ആണ്. അതുപോലെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേവ് കടന്നു പോകുന്ന മീഡിയത്തിന്റെ ഡെൻസിറ്റി ആണ്. ഇനി ഗാമ എന്താണെന്നാണ് ചോദ്യം. ഗാമ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണ്. എന്താണ് സ്പെസിഫിക് ഹീറ്റ്? നമ്മൾ കെമിസ്ട്രിയിലൊക്കെ കേട്ടിട്ടുള്ള പദമാണ് എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്നുള്ളത്. സ്പെസിഫിക് ഹീറ്റ് എന്നാൽ ഒരു യൂണിറ്റ് മാസിന് 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ, ആവശ്യമായ ഹീറ്റിന്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്.
അതായത് ഒരു പെർ യൂണിറ്റ് മാസിന് 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ ആവശ്യമായ അതിന്റെ എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. സ്പെസിഫിക് ഹീറ്റിനെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് സി എന്നാണ്. സ്പെസിഫിക് ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സി. അതായത് സ്പെസിഫിക് സി പി എന്നാണ് എഴുതുന്നെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പെസിഫിക് ഹീറ്റ് അപ്പോൾ ഒരു കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന സ്പെസിഫിക് ഹീറ്റിനെയാണ് സി പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സി വി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇതിന്റെ രണ്ടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൂടുതലായിട്ട് കെമിസ്ട്രിയിലാണ് പഠിക്കുന്നത്. അപ്പം സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് സി പിയും സി വിയും. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ എടുക്കുന്നതാണ് എന്താണ്? നമ്മുടെ ഗാമ എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഗാമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേവ് അല്ലെങ്കിൽ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഒരു ഗേഷ്യസ് മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ, അതായത് റേഷ്യോ ഓഫ് ദ സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു പ്രഷർ ഓഫ് ദ മീഡിയം ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഒരു ഗേഷ്യസ് മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 2 ടൈം ഇതിനകത്ത് നമ്മുടെ മീഡിയം ഉണ്ടല്ലോ, ആ മീഡിയത്തിനകത്ത് ജനറലി മെയിൻ ആയിട്ട് നമുക്ക് അറിയാവുന്ന 2 പ്രോപ്പർട്ടി ഉണ്ടല്ലോ. എന്താണ്? നമ്മുടെ പ്രഷറും നമ്മുടെ ഡെൻസിറ്റിയും. അതിലെ പ്രഷറും ഡെൻസിറ്റിയും എങ്ങനെയാണ് ഈ വെലോസിറ്റിയെ സ്വാധീനിക്കുന്നത്? നമുക്കറിയാം പ്രഷറും ഡെൻസിറ്റിയും ഇക്വേഷനകത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതെന്ത് സംഭവിക്കും? നമ്മുടെ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വെലോസിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ഈ പ്രഷറും ഡെൻസിറ്റിയും സ്വാധീനിക്കുന്നതാണ് നമ്മൾ അടുത്ത സെക്ഷനിലായിട്ട് നോക്കുന്നത്. അതായത് ഡെൻസിറ്റി എന്ന് പറയുന്ന സാധനം, ഡെൻസിറ്റി എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഡെൻസിറ്റി കുറയും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മീഡിയത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയോ നമ്മുടെ മീഡിയത്തിന്റെ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മീഡിയത്തിന്റെ ഡെൻസിറ്റി കുറയും. അതായത് നമുക്കറിയാം നമ്മുടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എപ്പോഴാണോ ചൂട് കൂടുന്നത്, ടെമ്പറേച്ചർ കൂടുന്നത്, അപ്പോൾ ഡെൻസിറ്റി എയർ പാർട്ടിക്കിൾസിന്റെ ഡെൻസിറ്റി എന്തോ ചെയ്യാറുണ്ട്? ഡെൻസിറ്റി കുറയാറുണ്ട്. കാരണം എന്താ? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് അറിയാം. അതായത് നമ്മുടെ ടെമ്പറേച്ചർ റൈസ് ആകുമ്പോൾ പാർട്ടിക്കിൾസിന്റെ എനർജി കൂടും. പാർട്ടിക്കിൾസ് അടുത്തടുത്തിരിക്കുന്നതിൽ നിന്നും കൂടുതൽ ദൂരേക്ക് മാറാൻ തുടങ്ങും. അപ്പോഴത്തേനും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാസ് ഗ്യാസിന് ഇരിക്കാൻ കൂടുതൽ വോളിയം ആവശ്യമായി വരും. അപ്പൊ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആകുമ്പോഴത്തേനും സെയിം മാസിന് വോളിയം സെയിം മാസമായിട്ട് എടുക്കുമ്പോൾ വോളിയം മാത്രം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കാരണം എന്താ? കൈനറ്റിക് എനർജി കൂടുന്ന കാരണം പാർട്ടിക്കിൾസ് ദൂരോട്ട് പോകും. അപ്പൊ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഗ്യാസിന് ഇരിക്കാൻ കൂടുതൽ സ്പേസ് ആവശ്യമായിട്ട് വരും. അപ്പം അത് സ്വാഭാവികമായിട്ട് ആ പർട്ടിക്കുലർ മാസിന് തന്നെ വോളിയം കൂടാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കാൻ തുടങ്ങും? ഡെൻസിറ്റി എന്ത് സംഭവിക്കാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. അപ്പൊ ഒരു അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടിയ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കുറയാൻ തുടങ്ങും. ഇപ്പൊ ടെമ്പറേച്ചർ കൂടിയാലും ഡെൻസിറ്റി കുറയും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ വാട്ടർ കണ്ടന്റിന്റെ അളവിനെയാണ് ഹ്യൂമിഡിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മോയ്സ്ചർ കണ്ടന്റിനെയാണ് ഹ്യൂമിഡിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് കൂടുന്തോറും പാർട്ടിക്കിൾസിന്റെ അകലം കൂടുകയും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി എയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ത് സംഭവിക്കാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ അറ്റ്മോസ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എപ്പോഴാണോ ഹ്യൂമിഡിറ്റി കൂടുകയും ടെമ്പറേച്ചർ കൂടുകയും ഒക്കെ ചെയ്യുന്നത്, ഒന്നെങ്കിൽ ടെമ്പറേച്ചർ കൂടാം അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടാം. ഇതിൽ എന്ത് കൂടിയാലും ആര് കുറയാൻ തുടങ്ങും? ഡെൻസിറ്റി ഓഫ് ദ മീഡിയം കുറയാൻ തുടങ്ങും. അങ്ങനെ ഡെൻസിറ്റി കുറയുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഡെൻസിറ്റി കുറയുകയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ സൗണ്ട് എന്ന് പറയുന്നത് കൂടാൻ തുടങ്ങും. കാരണം ഡെൻസിറ്റി എവിടെയാണ് ഇക്വേഷനിൽ കിടക്കുന്നത്? ഡിനോമിനേറ്ററിലാണ്. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ഒരു ടേം കുറയും തോറും ആര് കൂടാൻ തുടങ്ങും? നമ്മുടെ വെലോസിറ്റി ഓഫ് ദ മീഡിയ അല്ലെ വെലോസിറ്റി ഓഫ് നമ്മുടെ സൗണ്ട് അല്ലെ വെലോസിറ്റി ഓഫ് നമ്മുടെ സൗണ്ട് വേവ് എന്താ ചെയ്യാൻ തുടങ്ങും? ലോഞ്ചിറ്റ്യൂഡ് വേവ് എന്താ ചെയ്യാൻ തുടങ്ങും? കൂടാൻ തുടങ്ങും. ഡെൻസിറ്റി കുറയും തോറും നമ്മുടെ വെലോസിറ്റി കൂടാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ ടേമായ പ്രഷറിന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെലോസിറ്റി കൂടണം. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെലോസിറ്റി കുറയണം. കാരണം പ്രഷർ നമ്മുടെ ഈ ഒരു ഇക്വേഷന്റെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ടേമാണ്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വോളിയം അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ഡെൻസിറ്റിയെ കുറയ്ക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ പ്രഷർ എത്രമാത്രം കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഡെൻസിറ്റി അതിനനുസരിച്ച് കൂടാൻ തുടങ്ങും. പ്രഷർ എത്രമാത്രം കുറയുന്നോ അതിനനുസരിച്ച് ഡെൻസിറ്റി അത്രമാത്രം കുറയാൻ തുടങ്ങും. അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഷറും നമ്മുടെ ഡെൻസിറ്റിയും ഒരേപോലെ ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ പ്രഷറിന്റെ ചേഞ്ച് അതിന്റെ റേഷ്യോയുടെ ചേഞ്ച് ആയിട്ട് ബാധിക്കുന്നില്ല. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രഷർ 20യും നമ്മുടെ ഈ ഒരു ഡെൻസിറ്റി 4 ആണെന്നുണ്ടെങ്കിൽ പ്രഷർ 20യും ഡെൻസിറ്റി 4 ആണെന്നുണ്ടെങ്കിൽ ഇതെന്താ സംഭവിക്കും? 5 ആയിട്ട് വരും അല്ലെ? ഇനി ഈ പ്രഷർ നേരെ അങ്ങ് 10 ആവുകയാണ്, നമ്മുടെ ഡെൻസിറ്റി നേരെ 2 ആവുകയാണ്. അതായത് പ്രഷർ കുറഞ്ഞപ്പോൾ തന്നെ ഡെൻസിറ്റിയും കുറഞ്ഞു.
ഡെൻസിറ്റിയും കുറഞ്ഞു. അതിന്റെ ഫലമായിട്ട് ഇതിന്റെ ഉത്തരം എന്ത് തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. അപ്പൊ പ്രഷർ എത്രമാത്രം എഫക്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് അത് ഡെൻസിറ്റി എഫക്ട് ചെയ്യും. പ്രഷറിന്റെ ചേഞ്ച് ഡെൻസിറ്റിയുടെ ചേഞ്ച് കൊണ്ട് ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രഷർ ഈ ഒരു വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേം ആവുന്നില്ല. അതായത് ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേം ആവുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രഷറിന് എന്ത് എഫക്ട് ഉണ്ടായാലും അത് ആര് ക്യാൻസലൈസ് ചെയ്ത് കളയും? ഡെൻസിറ്റിയുടെ എഫക്ട് ക്യാൻസലൈസ് ചെയ്ത് കളയും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് ചേഞ്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റിയില്, ടെമ്പറേച്ചറിലും ഹ്യൂമിഡിറ്റിയിലും ഉണ്ടാവുന്ന ചേഞ്ച് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് വേവിന്റെ ഇക്വേഷൻ ആണല്ലോ. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിന്റെ, അതായത് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ് ഏതെങ്കിലും ഒരു മീഡിയം, അതായത് സോളിഡ് മീഡിയത്തിലൂടെ നമ്മുടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ലിക്വിഡിന്റെ സർഫസിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി ആയ v എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് കടന്നു പോകുന്ന മീഡിയത്തിന്റെ ടെൻഷനെയും മാസ് പെർ യൂണിറ്റ് ലെങ്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടെൻഷനെയും, അത് കടന്നു പോകുന്ന സോളിഡ് മീഡിയത്തിന്റെ അല്ലെങ്കിൽ ആ ഹൈ ടെൻഷനുള്ള പാർട്ടിക്കിൾസിലൂടെ മാത്രമേ ആര് കടന്നു പോകൂ? ട്രാൻസ്വേഴ്സ് വേവ് കടന്നു പോകും. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അങ്ങനെയുള്ള ആ മീഡിയത്തിന്റെ ടെൻഷനെയും അല്ലെങ്കിൽ ആ മീഡിയത്തിന്റെ മാസ് പെർ യൂണിറ്റ് ലെങ്തിനെയുമാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട്. അതിനകത്ത് നമ്മുടെ ടെൻഷൻ ഡിവൈഡഡ് ബൈ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, വെറും മാസ് അല്ല, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. സ്ക്വയർ റൂട്ട് ഓഫ് ടെൻഷൻ ഡിവൈഡ് ബൈ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എന്താ? ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി. അത് ഏതെങ്കിലും ഒരു മിനിറ്റിലൂടെ കടന്നു പോകുമ്പോൾ. ഇനി അടുത്തെന്ന് പറയുന്നത് ജസ്റ്റ് എല്ലാവരും കേട്ടിട്ടുള്ള ടേം ആണ് എന്താ? റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ നമുക്ക് അറിയാം, ടേം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വട്ടം ലൈറ്റിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. റിഫ്രാക്ഷൻ ഓഫ് എ വേവ്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു വേവ്, ലൈറ്റ് വേവോ സൗണ്ട് വേവോ എന്തായാലും അത് ട്രാവൽ ചെയ്യുന്ന മീഡിയം മാറി അത് മറ്റൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ഒരു മീഡിയത്തിൽ നിന്നും അത് മറ്റൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന ചേഞ്ചസിനെ പറ്റി പഠിക്കുന്ന ആ ഒരു ടേമാണ് എന്താണ്? റിഫ്രാക്ഷൻ. അതാണ് എന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ദ വേവ്. ഇവിടെ കൂടുതലായിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം മീഡിയം ചേഞ്ച് ആകുമ്പോൾ ഉള്ള പ്രോപ്പർട്ടി ആണ് എന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ദ സൗണ്ട് വേവ്. അവിടെ എന്തൊക്കെ ചേഞ്ച് ആവും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വേവ് ലെങ്ത് ഒക്കെ, നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഒക്കെ എന്തിനാണ്? കടന്നു പോകുന്ന മീഡിയത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്പീഡും വേവ് ലെങ്തും ഇന്റൻസിറ്റിയും എന്തിന്റെ? ആ കടന്നു പോകുന്ന വേവിന്റെ സ്പീഡും വേവ് ലെങ്തും ഇന്റൻസിറ്റിയും എല്ലാം സ്വാഭാവികമായിട്ടും ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ചേഞ്ച് ആവും. അപ്പൊ റിഫ്രാക്ഷന്റെ ഫലമായിട്ട് ഒരു വേവിന്റെ ഏതൊക്കെ പ്രോപ്പർട്ടി ചേഞ്ച് ആവുന്നുണ്ട്? സ്പീഡ്, വേവ് ലെങ്ത്, ഇന്റൻസിറ്റി. അതേസമയം ഫ്രീക്വൻസി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു വേവ് അല്ലെങ്കിൽ സൗണ്ട് വേവ് ഉണ്ടായ അല്ലെങ്കിൽ ആ സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്ത സോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ സോഴ്സിന്റെ എന്തെങ്കിലും ചേഞ്ച് വരാതെ ഈ മീഡിയം ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം മീഡിയം ഇൻഡിപെൻഡന്റ് ആണ് ഫ്രീക്വൻസിയുടെ കാര്യത്തിൽ. അപ്പൊ മീഡിയം ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. അപ്പൊ റിഫ്രാക്ഷന്റെ ഫലമായിട്ട് ആർക്കും ചേഞ്ച് ഉണ്ടാവുന്നില്ല? ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഡയറക്ഷൻ. ഈ ഒരു സൗണ്ട് വേവ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷന് സ്വാഭാവികമായിട്ടും ചേഞ്ച് ഉണ്ടാവും. എന്നാൽ അത് നോർമൽ ആയിട്ടാണ്, അതായത് നോർമൽ അറിയാലോ, ഒരു പ്ലെയിൻ നോർമൽ ആയിട്ടാണ് ആ സൗണ്ട് വേവ് വരുന്നതെങ്കിൽ അതൊരിക്കലും അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല. ഇനി അത് അതായത് അതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ഡിഗ്രി ആണ് എങ്കിൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? നോർമലും ആ ഒരു നോർമൽ ലൈനും ആ ഒരു സൗണ്ട് വേവിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആ ഇൻസിഡന്റ് വേവിന്റെ ലൈനും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് ദ സൗണ്ട് വേവ് മീഡിയം ടു മീഡിയം നോർമൽ ആണെങ്കിൽ ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാവില്ല. എന്നാൽ ഇത് നോർമൽ അല്ലാത്ത പക്ഷം ഈ ഒരു ആംഗിൾ വെച്ച് ബാക്കി ഏത് ആംഗിളിൽ നിന്ന് സൗണ്ട് വേവ് വന്നാലും അതിന്റെ ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ റിഫ്രാക്ഷൻ മൂലം ചേഞ്ച് ഉണ്ടാവുന്നത് ഏതിനൊക്കെയാണ്? സ്പീഡ്, വേവ് ലെങ്ത്, ഇന്റൻസിറ്റി. എന്നാൽ ചേഞ്ച് ഉണ്ടാവുകയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയാൽ ചേഞ്ച് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് അതിന്റെ ഡയറക്ഷൻ ആണ്. മീഡിയം ടു മീഡിയം ചേഞ്ച് ആയാലും, അതായത് റിഫ്രാക്ഷൻ നടന്നാലും ഒരു സൗണ്ട് വേവിന്റെ പ്രോപ്പർട്ടിയിൽ ചേഞ്ച് ഉണ്ടാവത്തില്ലെങ്കിൽ അതേതാണ്? ഫ്രീക്വൻസി അല്ലെങ്കിൽ ടൈം പീരീഡ് ആണ്. കാരണം ടൈം പീരീഡ് പറയാൻ കാരണം ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ് ടൈം പീരീഡ്. അതുകൊണ്ടാണ് ടൈം പീരീഡിലൂടെ പറഞ്ഞത്. അപ്പൊ ഫ്രീക്വൻസിക്ക് എന്തോ സംഭവിക്കത്തില്ല? ഒരിക്കലും ഒരു ചേഞ്ച് ഉണ്ടാവില്ല റിഫ്രാക്ഷനിൽ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റി സൗണ്ടിൽ കൂടുതലായിട്ടൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് മറ്റൊരു ടോപ്പിക്കാണ്. എന്നാലും സൗണ്ട്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റിയും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പല ടൈപ്പ് ഉണ്ടല്ലേ. നമ്മൾ ഈ കാണുന്ന വിസിബിൾ ലൈറ്റ് വരെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. എക്സ്റേ ഉണ്ട്, UV റേ ഉണ്ട്, ഗാമ റൈസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് റൈസ് ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് റൈസ് എന്ന് പറയുന്നത് അതും ഒരു തരം വേവ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്.
ചെയ്യുന്നത്. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതും ഒരു ടൈപ്പ് വേവ് ആണ്, സൗണ്ട് വേവ്സ്. കാരണം നമ്മളിത് ജനറലി ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട്, ലൈറ്റ് ഈ രണ്ട് കാര്യങ്ങളും ഏകദേശം നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് സാധനങ്ങളാണ്. അത് രണ്ടും വേവ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മൾ പല ടൈപ്പ് പറഞ്ഞു. എങ്ങനെയാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ സൗണ്ട് വേവ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താ, വൈബ്രേഷൻസ് ഓഫ് ദ മീഡിയം, വൈബ്രേഷൻസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം, അതാണ് നമ്മുടെ സൗണ്ട് വേവ്സിന്റെ പ്രൊഡക്ഷന് കാരണം. എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് വൈബ്രേഷൻ, അവിടെയും എന്താണ്, വൈബ്രേഷൻ ആണ്. അതാണ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ. അവിടെയും പീരിയോഡിക് വൈബ്രേഷൻ ആണ്. എന്തിന്റെ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും പ്രൊപ്പഗേഷൻ ആണ് എന്തിന് കാരണമാവുന്നത്? പീരിയോഡിക് വൈബ്രേഷനും പ്രൊപ്പഗേഷനാണ് എന്തിന് കാരണമാവുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് കാരണമാവുന്നത്. അതായത് ഒരു പാർട്ടിക്കിൾ ഒരു ഇലക്ട്രിക് ഫീൽഡും ജനറേറ്റ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത് ഒരു പ്ലെയിനിലാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു പ്ലെയിനിലാണ് ആര്? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു പ്ലെയിനിലാണ് ആര്? മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും പ്രൊപ്പഗേഷൻ ആണ്, അല്ലെങ്കിൽ വൈബ്രേഷനും പ്രൊപ്പഗേഷനും ആണ് എന്തിന് കാരണമാവുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് കാരണമാവുന്നത്. അങ്ങനെയാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അത് രണ്ടും വേവ് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇലക്ട്രോമാഗ്നറ്റിക്കും ഒരു വേവാണ്, സൗണ്ടും ഒരു വേവാണ്. അത് രണ്ടും വേവ്സ് ആണെങ്കിലും അതിന്റെ രണ്ടിന്റെയും പ്രൊഡക്ഷനും പ്രൊപ്പഗേഷനും രണ്ട് ടൈപ്പാണ്. സൗണ്ട് വേവ്സ് ആ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്താൽ മാത്രമേ മൂവ് ആവുകയുള്ളൂ. എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സോ സ്വന്തമായിട്ട് എനർജി, മാഗ്നറ്റിക് ഫീൽഡും സ്വന്തമായിട്ട് ഇലക്ട്രിക് ഫീൽഡും ജനറേറ്റ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, വൈബ്രേറ്റ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്ഷനിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും മീഡിയം വേണം. എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാനോ അതിനൊരു മീഡിയത്തിന്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ടാണ് ലൈറ്റ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ത് ചെയ്യുന്നത്? വാക്വത്തിൽ കൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മുടെ സൂര്യനിൽ നിന്നുമുള്ള ലൈറ്റ് റേസ് നമ്മുടെ ഭൂമിയിൽ എത്തുന്നില്ലേ? അതിന് ഇടയ്ക്ക്, സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ഒരുപാട് സ്പേസിൽ വാക്വം ഉണ്ട്. അവിടെ ഒന്നും എന്തോ ഇല്ല, പാർട്ടിക്കിൾസ് ഇല്ല വൈബ്രേറ്റ് ചെയ്യാൻ. എന്നിട്ടും സൂര്യനിലുള്ള ലൈറ്റ്, സണ്ണിലുള്ള ലൈറ്റ് എവിടെ എത്തുന്നുണ്ട്? നമ്മുടെ പ്ലാനറ്റ്, അതായത് നമ്മുടെ എർത്തിൽ എത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ എന്തോ ആവശ്യമില്ല, മീഡിയം ആവശ്യമില്ല. കാരണം അത് ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിന്റെയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷൻ കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ് ആണ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാക്വത്തിൽ കൂടെ സഞ്ചരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇത് വാക്വത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എങ്ങനെയാണ് ഈ എനർജി അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മൾ സൗണ്ട് വേവ്സിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു, എനർജി എന്താണ്? ഒരു മീഡിയം മുകളിലേക്ക് വൈബ്രേറ്റ് ചെയ്യും, താഴേക്ക് വൈബ്രേറ്റ് ചെയ്യും. എന്നാൽ ഇവിടെ എന്താണ്? പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? അതായത് ഏത് പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ അല്ല, പാർട്ടിക്കിൾസിന്റെ ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ് ആർക്ക് കാരണമാവുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് കാരണമാവുന്നത്. അത് ഏത് പാർട്ടിക്കിളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോൺസ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസ് മുഖാന്തരമാണ് എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതിന്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് കൂടുതൽ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട, കാരണം അതിനകത്ത് ഡ്യുവൽ നേച്ചർ അങ്ങനെ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. തൽക്കാലം നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഫോട്ടോൺസ് എന്ന പാർട്ടിക്കിൾ ആണ് ഇതിന് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫോട്ടോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ആയിട്ടാണ്. എന്നാൽ നമ്മുടെ സൗണ്ട് വേവ്സോ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ മൂലമാണ് അതിന്റെ എനർജി ട്രാൻസ്ഫറും പ്രൊപ്പഗേഷനും എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ട് വേവ്സിന് എന്തോ വേണം? ഒരു മീഡിയം വേണം അതിന്റെ എനർജി അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പഗേഷന് വേണ്ടി. എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എന്ത് വേണ്ട? ഒരു മീഡിയത്തിന്റെ സഹായം വേണ്ട. അത് ഫോട്ടോൺസ് ആയിട്ടും ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെയും അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് വേവിന്റെയും ഡിഫറൻസ് ഏകദേശം പ്രൊപ്പഗേഷനിലും പ്രൊഡക്ഷനിലും ഉള്ള അതിന്റെ സോഴ്സിന്റെ പ്രൊഡക്ഷനിലും ഉള്ള ഡിഫറൻസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിന്റെ ജനറൽ ആയിട്ടുള്ള ഡിഫറൻസുകളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് ലൈറ്റ് വേവ്സും മറ്റൊന്ന് സൗണ്ട് വേവ്സും. എന്താണ് ലൈറ്റ് വേവ്സ്? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. കാരണം നമ്മുടെ വിസിബിൾ ലൈറ്റ് ഒക്കെ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ലൈറ്റ് വേവ്സ് എന്നും സൗണ്ട് വേവ്സ് എന്നും രണ്ട് ഹെഡിങ് കൊടുത്തത്. അതിനകത്ത് ലൈറ്റ് വേവ്സ് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. സൗണ്ട് വേവ്സ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞെന്താണ്? മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് വേവ്സ് ആണ് എന്താ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ അതിന്റെ വ്യത്യാസം. ഒന്ന് ലൈറ്റ് നമ്മൾ കാണുന്ന നിത്യം കാണുന്ന ഈ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക്. സൗണ്ട് വേവ്സ് എന്ന മെക്കാനിക്കൽ ആണ്. ഇനി അടുത്തത്
ലൈറ്റ് വേവ്സ് നമ്മൾ പറഞ്ഞെന്താ ട്രാവൽ ഇൻ വാക്വം, വാക്വത്തിലൂടെയാണ് അത് ട്രാവൽ ചെയ്യും, വാക്വത്തിലൂടെയും അത് ട്രാവൽ ചെയ്യും. കാരണം അതിനെന്താ വേണ്ട, മീഡിയം വേണ്ട. ഇതിനോ സൗണ്ട് വേവ്സിനോ റിക്വയർസ് മീഡിയം, ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യത്തുള്ളൂ. കാരണം അതിന് എന്ത് ചെയ്യണം, പാർട്ടിക്കിൾസ് വേണം വൈബ്രേറ്റ് ചെയ്യാൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഒരു ലൈറ്റ് വേവ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു എയറിൽ ഒരു ലൈറ്റ് വേവ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ്. ലൈറ്റിന്റെ അത്രയും സ്പീഡുള്ള വേറൊരു പാർട്ടിക്കിളും തൽക്കാലം നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ എല്ലാ പ്രോപ്പർട്ടീസും ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പൊ സ്പീഡ് ഓഫ് ദ ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇത് ലൈറ്റ് വേവ്സിന്റെ കാര്യത്തിൽ. എന്നാൽ സൗണ്ട് വേവ്സിന്റെ കാര്യത്തിൽ സ്പീഡ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. 330 മീറ്റർ പെർ സെക്കൻഡ് മാത്രമേ എന്തോത്തിനുള്ളൂ, സൗണ്ട് വേവ്സിന്റെ ട്രാൻസ്മിഷൻ ഉള്ളൂ. ഇനി അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ലൈറ്റ് വേവ്സിന് ഇത്രയധികം സ്പീഡ് ഉണ്ടായത് കൊണ്ട് തന്നെ അതിന്റെ വേവ് ലെങ്ത് വളരെയധികം സ്മോൾ ആയിരിക്കും. അത് നിങ്ങൾ കൂടുതലായിട്ട് വേവ്സിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. വേവ് ലെങ്ത് വളരെ ചെറുതാണെങ്കിൽ അത് വളരെയധികം സ്പീഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. വേവ് ലെങ്ത് വളരെയധികം ചെറുതാണെങ്കിൽ അത് വളരെ സ്പീഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന. വേവ് ലെങ്ത് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടി വരും. ആ ഒരു ഐഡിയയിൽ നിന്ന് തന്നെ നമുക്ക് അത് ഏകദേശം മനസ്സിലാവും. ലൈറ്റ് വേവ്സ് എന്തോ ചെയ്യുന്നത് സ്പീഡ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ വേവ് ലെങ്ത് വളരെ ചെറുതാണ്. എത്രയാണ്, 10⁻⁻⁶ മീറ്ററിന്റെ റേഞ്ചിലാണ് അത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി അങ്ങനെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. കൂടുതലും മറക്കാതിരിക്കാൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്പീഡ് വളരെ കുറവായിട്ട് തന്നെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈ ആയിരിക്കും. ഇതിനെ അപേക്ഷിച്ച് 10⁻⁻2 to 10 മീറ്റർ വരെ അതിന്റെ വേവ് ലെങ്ത് ഹൈ ആയിരിക്കും. ഇനി അടുത്ത ഏറ്റവും വലിയ ഡിഫറൻസ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത രണ്ട് വേവ്സ് ആണ്. ഏതാണ്, ലോജിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. അത് തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ വേവ് ലെങ്തും അതിന്റെ വേവ് വെലോസിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ഒരു ലോജിറ്റ്യൂഡിനൽ വേവ് ആണ്. എന്താണ് ലോജിറ്റ്യൂഡിനൽ വേവ്? എന്താണ് നമ്മൾ ലോജിറ്റ്യൂഡിനൽ വേവ്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞത്? സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംപ്രഷനും റെയർഫാക്ഷനും മൂലം ഉണ്ടാവുന്ന വേവ്സ് ആണ് എന്തെന്ന്, ലോജിറ്റ്യൂഡിനൽ വേവ്സ്. അപ്പൊ നമ്മുടെ സൗണ്ട് വേവ്സ് എന്താണ്, ഒരു ലോജിറ്റ്യൂഡിനൽ വേവ് ആണ്. എന്നാൽ ലൈറ്റ് വേവ്സ് എന്താണ്, അതൊരു ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്സ്? അത് ക്രസ്റ്റും ട്രഫും മൂലം മൂവ് ചെയ്യുന്ന വേവ്സ് ആണ് എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ ലൈറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്രസ്റ്റും ട്രഫും ആയ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണെങ്കിൽ സൗണ്ട് വേവ്സ് മൂവ് ചെയ്യുന്നത് നമ്മുടെ കംപ്രഷനും റെയർഫ്രാക്ഷനുമുള്ള ലോജിറ്റ്യൂഡിനൽ വേവ്സ് ആയിട്ടാണ്. ഇതാണ് നമ്മുടെ ലൈറ്റ് വേവും സൗണ്ട് വേവും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. അപ്പൊ എന്താണ് ലൈറ്റും സൗണ്ടും തമ്മിലുള്ള റിലേഷൻ എന്നും അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും അതിന്റെ സോഴ്സിലും പ്രൊഡക്ഷനിലും ട്രാൻസ്മിഷനിലും ഉള്ള കാര്യങ്ങളും എല്ലാം ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസവും സിമിലാരിറ്റിയും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു സെക്ഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ സെക്ഷന്റെ ഒരു ബാലൻസ് എന്നോണം ലോജിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ പ്രോപ്പർട്ടീസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ലൈറ്റിലേക്കും സൗണ്ടിലേക്കുമുള്ള സിമിലാരിറ്റീസും കമ്പാരിസണും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള യൂസസ് ഒക്കെയാണ്. അതായത് സൗണ്ട് വേവ്സിന്റെ പ്രോപ്പർട്ടി ആയി ഗെക്കോ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് വരും ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വളരെയധികം മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്കോ സെക്ഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ ഇത് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പരും വാട്സ്ആപ്പ് ഗ്രൂപ്പും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോസിലൂടെ അതിന്റെ മറുപടി തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ടോപ്പിക്കിന്റെ നോട്ട്സ് നമ്മൾ എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു ക്ലാസ് എത്രമാത്രം യൂസ്ഫുൾ ആണെന്നോ അത്രയും യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ പാരന്റ്സ് തീർച്ചയായിട്ടും അത് സ്റ്റുഡൻസ് വ്യക്തമായിട്ട് അത് കാണുന്നുണ്ടെന്നും അത് മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു. താങ്ക് യു.